നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഞാൻ ഫിലോഡൻഡ്രോൻ്റെ ഒരു 5 വെറൈറ്റി മേടിച്ചിട്ടുണ്ടായത്. ഓൺലൈനായിട്ടാണ് മേടിച്ചത്. അപ്പോൾ അതൊന്ന് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. പോട്ടി മിക്സായിട്ട് യൂസ് ചെയ്യുന്നത് കൊക്കോപിറ്റും കുറച്ച് മണ്ണ്, ചാണകപ്പൊടി, വെർമിക്കുലേറ്റ്, വെർമിക്കമ്പോസ്റ്റ്, പെർലൈറ്റ് ഇത്രയും കൂടെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൊട്ടി മിക്സൊക്കെ തീർന്നു പോയി. അപ്പോൾ അത് കാരണം നേരത്തെ വേറെ പോട്ടിലൊക്കെ ബാക്കിയായിട്ടിരുന്നിരുന്ന മണ്ണും കൂടെ ചേർത്താണ് ഞാനിതിപ്പം മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എല്ലാ പോട്ടിൻ്റെയും അടിയിൽ കുറച്ച് മെറ്റലും അങ്ങനെ ഓടിൻ്റെ കഷ്ണം അതെല്ലാം ഇട്ട് വെച്ചിരുന്നു. 5 എണ്ണമാണുള്ളത്. അപ്പോൾ 5 പോട്ടിൽ എല്ലാം നിറച്ച് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഓരോന്നായിട്ട് എടുത്തത്. അപ്പോൾ ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് മേടിച്ചതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഓരോന്നിൻ്റെയും എല്ലാം ഫിലോഡൻഡ്രോൻ്റെ ഓരോ വെറൈറ്റികളാണ്. 5 എണ്ണം. ഒരെണ്ണം ഇത് മാത്രമേ ഉള്ളൂ ഇത്തിരി വലുതായിട്ട്, രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇത്തിരി വലുതായിട്ട് കിട്ടിയത്. പിന്നെ വേണ്ട ഇത് നമ്മളിത് അതിനകത്ത് അവരൊരു പ്ലാസ്റ്റിക് ആദ്യം മേളിലൊരെണ്ണം ഉണ്ടല്ലോ, അത് ഊരി കഴിയുമ്പോൾ അകത്തൊരു ടിഷ്യൂ വെച്ച് ഒരു ടിഷ്യൂ പോലത്തെ ഒരു പേപ്പർ പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിന് മുന്നേ എനിക്ക് വന്ന ചെടികളിലൊക്കെ ഇതുപോലൊരു പേപ്പർ കവർ അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളോട് പറയും മേളിലുള്ള കവർ എടുത്ത് കളയാനേ പറയാറുള്ളൂ, ഇതെടുത്ത് കളയാൻ അങ്ങനെ പറയാറില്ല. അപ്പോൾ ഈയിടെ ഞാൻ മേടിച്ച കുറച്ച് ചെടികളൊക്കെ എനിക്ക് പോയി കഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ അതെടുത്ത് കളയാൻ വേണ്ടി നോക്കിയപ്പം ഈ പേപ്പർ അതുപോലെ അതിനകത്ത് ഇരിപ്പുണ്ട്. അന്നേരം എനിക്ക് മനസ്സിലായി അതും കൂടെ കളഞ്ഞാൽ ഈ വേര് നന്നായിട്ട് ഓടി നമ്മുടെ ആ ചെടി നമുക്ക് രക്ഷപ്പെട്ട് കിട്ടത്തുള്ളൂ എന്ന് കേട്ടോ. അപ്പം ഇന്നിപ്പം ഇത് മേടിച്ച് ഇതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു കവറും കൂടെ അതിനകത്തുണ്ട്. ആദ്യം ഞാൻ മേടിച്ച് മേളത്തെ ഒരു കവറ്, പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അല്ല, അതിനകത്ത് ആ ടിഷ്യൂവിൻ്റെ ആ പേപ്പറും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചുമ്മാ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഒന്നും അങ്ങനെ പെട്ടെന്ന് വരുത്തില്ല. പിന്നെ വേരങ്ങനെ അത് നമ്മൾ വലിച്ച് പയ്യെ എടുക്കണം. പയ്യെ എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വേരങ്ങനെ പൊട്ടിപ്പോകുന്നില്ല, കുറച്ചൊക്കെ പോകത്തുള്ളൂ കേട്ടോ. എന്നാലും അത് മാറ്റിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ ചെടിയെല്ലാം നട്ടു കൊടുത്തത് കേട്ടോ. 5 എണ്ണം, ഒരു ബാക്കി 3 എണ്ണം തീരെ ചെറുതാണ്. അപ്പോൾ എനിക്കിത് കുറേ ദിവസം അവരെന്നെ കളിപ്പിച്ചതിന് ശേഷം, അതായത് ഞാൻ പല പ്രാവശ്യം വിളിച്ച് ചോദിച്ചതിന് ശേഷമാണ് എനിക്ക് ചെടി കിട്ടിയത്. അപ്പം കുറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയല്ല എനിക്ക് കിട്ടിയത് കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ വല്ലാതായതിന് ശേഷമൊക്കെയാണ് കിട്ടിയത്. അതാണ് ഞാൻ എവിടെ നിന്നാണ് മേടിച്ചതെന്നൊന്നും പറയുന്നില്ല. എല്ലാം നല്ല പ്രാർത്ഥിച്ചാണ് കേട്ടോ വെച്ചത്, എല്ലാം രക്ഷപ്പെട്ട് കിട്ടണേന്ന് പറഞ്ഞിട്ട്. കാരണം ഇതൊക്കെ കണ്ട ആകെപ്പൊടി ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. എന്തായാലും എല്ലാം നട്ട് വെച്ചു. 5 എണ്ണവും ഞാൻ നട്ട്. രാവിലെ ആദ്യത്തെ പണി ഇതായിരുന്നു കേട്ടോ. എനിക്ക് പനിയായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പനി കഴിയാനായിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ചെടി കേടായിപ്പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യം വിചാരിച്ചു രാവിലെ തന്നെ ഇതങ്ങോട്ട് വെയിൽ കൂടുതലാവുന്നതിന് മുന്നേ ഇത് നട്ട് വെച്ചതിന് ശേഷം പിന്നെ പോയി അടുക്കളയിലെ പണിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദ്യം രാവിലെ ഇതാണ് ചെയ്ത് തീർത്തത് കേട്ടോ. അപ്പോൾ കുഞ്ഞിയുണ്ട്, കുഞ്ഞിക്കിളികളും ഉണ്ട് കൂട്ടിനായിട്ട്. 2 പേരും അടുത്തടുത്ത് വന്നിരിപ്പുണ്ട്.
വെളിയിലത്തെ പണി കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് ആദ്യം ബീട്രൂട്ട് അടുപ്പത്ത് വെച്ചു, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ മത്തങ്ങയും കൂടെ വേവിക്കാൻ വെക്കുകയാണേ. മത്തങ്ങ എരിശ്ശേരി വെക്കാനാണ്. മത്തങ്ങയും പിന്നെ കുതിർത്ത് വെച്ച വൻപയറും കൂടെ ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ, അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് പൊടിയായിട്ട് മുളക് പൊടി 1 സ്പൂണ്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് വേകാനായിട്ട് വെച്ചിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷമാണ് ഞാനത് വേകാൻ വെച്ച് ഒരു 4 വിസിലോളം അടുപ്പിച്ചു. കാരണം മത്തങ്ങ നന്നായിട്ട് വേകണം, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അന്നേരത്തേക്ക് അവിടെ ബീട്രൂട്ട് വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് ഞാനിനി കിഴങ്ങ് അരിഞ്ഞ് വെച്ചത് അതും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അതും ഒന്ന് മൂടി വെച്ച് ചെറിയ വെള്ളത്തിൽ കിടന്ന് ആദ്യം ബീട്രൂട്ട് നന്നായിട്ട് വേകുമല്ലോ, വേവുണ്ടല്ലോ. അപ്പോൾ അത് കാരണമാണ് ആദ്യമേ കിഴങ്ങിനെ ചേർക്കാഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്നായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനതിലേക്ക് സവാളയും പച്ചമുളകും മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചേർത്തില്ല. ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് ഉപ്പൊക്കെ ഒന്ന് തളിച്ച് കൊടുത്തായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇത്രയാണ് മെഴുക്ക് വരട്ടിക്കായിട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് കുറച്ച് എണ്ണ, ഇതുവരെ ഞാൻ എണ്ണ ചേർത്തില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഒന്ന് എണ്ണ ചെറുതായിട്ട് ചേർത്താൽ മതി. ചേർത്തൊന്ന് ഇളക്കിയെടുത്ത് അതൊന്ന് മൂടിയും വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ഇതൊന്ന് ആവി പോയി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ ആ അടുപ്പ് മാറ്റിയിട്ട് അതിലേക്ക് ഉപ്പുമാവ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചത്. രാവിലെ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത്. അന്നേരം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ നെയ്യും കൂടെ ഇട്ട്, ഇതിന് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, സെയിം റെസിപ്പി തന്നെ. പിന്നെ മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുകയാണ്. കാരണം ഇവിടെ കഷ്ണമായിട്ട് കിടന്ന് ആരും കഴിക്കത്തില്ല. അപ്പോൾ അത് കാരണമായിട്ട് ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുത്തു മത്തങ്ങയെ. പിന്നെ ഉപ്പുമാവിന് വേണ്ടിയിട്ട് ഉഴുന്നും കടുകും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇതിന് അരപ്പായിട്ട് തേങ്ങയും പച്ചമുളക് മാത്രം അരച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അരച്ചിട്ടില്ല. പിന്നെ ആ മിക്സിയുടെ ജാറും കൂടെ കഴുകി വെള്ളം ഒഴിച്ചു. കാരണം എന്തായാലും ഇത് നന്നായിട്ട് പറ്റിപ്പോവും, വെള്ളം ഒഴിച്ചാലും അത് പറ്റിപ്പോവും പയറുള്ളതുകൊണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റി അത് നന്നായിട്ട് ഇളക്കി അതൊന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുജീരകം കുറച്ച്, ഒരു നുള്ള് ചെറുജീരകവും കടുകും കൂടെ ഇട്ട് അത് അവിടെ വെച്ചു. അത് കഴിഞ്ഞ് ഉപ്പുമാവിന് വേണ്ടി സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് അതും വഴറ്റാൻ ഇട്ടു. പിന്നെ താളിക്കാനുള്ളതിനകത്തോട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു ചുമന്ന മുളകും കൂടെ മുറിച്ചിട്ട് അതിനകത്തോട്ടേക്ക് ഇട്ടാൽ. പിന്നെ അതിലേക്ക് ഞാൻ പിന്നെ തേങ്ങ വറുത്ത് വെച്ച തേങ്ങ, അത് അമ്മ എനിക്ക് തന്നു വിട്ടാണ് വറുത്ത് വെച്ചത്. അപ്പോൾ അതും കൂടെ ഒരു തവിക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് പിന്നെ ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി ഇറക്കി. എന്നിട്ട് അതും കൂടെ അതിലേക്കിട്ട് കൊടുത്തു, അത് മിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. എരിശ്ശേരി ഇവിടെ അങ്ങനെ അത് അധികം വെക്കാറില്ല കേട്ടോ. ഒരുപാട് കാലം കൂടിയാണ് ഞാനത് വെച്ചത്. പിന്നെ ഞാൻ ഉപ്പുമാവിന് വേണ്ടി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് പിന്നെ തേങ്ങയും ഇട്ട് കൊടുത്തു. ഉപ്പും ആവശ്യത്തിനിട്ട് തിളയ്ക്കാൻ വെച്ചു. ഒന്നുകൂടി ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ട് അതിലേക്ക് റവയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അത് മൂടി വെച്ചു കേട്ടോ. മൂടി വെച്ചാൽ അത് നന്നായിട്ട് വെന്തിട്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഞാൻ മീനും കൂടി വറുക്കാനായിട്ട് വെച്ച് പിന്നെ ചോറ് കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്രയായിരുന്നു രാവിലത്തെ പരിപാടികളെല്ലാം. അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും മുറ്റത്ത് വന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി. ഇതെല്ലാം ഇങ്ങനെ ഇട്ടേച്ച് തന്നെയാണ് ഞാൻ അകത്തേക്ക് കയറിപ്പോയത് കേട്ടോ. അപ്പോൾ ഞാൻ വെളിയിലേക്ക് വന്നപ്പം കിളികളെ കൂടെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ വേറൊരു പൂച്ച വന്ന് കിളികളെ ഉപദ്രവിക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് കുഞ്ഞ് അകത്തുനിന്ന് ഓടി വന്ന് അതിനെ ഓടിച്ചു വിട്ടു കേട്ടോ. എനിക്കത് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോഴത്തേക്കും. വേറെ പൂച്ച അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അവളുടെ വീട്ടിലെ ആളിനെ അല്ലേ അവളെ രക്ഷിക്കുന്നത്. അപ്പോൾ അവൾ അകത്ത് കിടന്ന് ഉറക്കമായിരുന്നു. പക്ഷേ എങ്ങനെയാണ് അത് അറിഞ്ഞെന്നറിയില്ല. അവൾ ഓടി വരുന്ന കണ്ടപ്പോഴാണ് ഞാനും കാണുന്നത്. വേറെ പൂച്ച വന്ന് ഈ കൂടിൻ്റെ അടുത്ത് വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി രാവിലെ നട്ട് വെച്ച ചെടികളെല്ലാം എടുത്ത് ഫ്രണ്ടിലോട്ട് എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് അവിടെ നിറച്ച് ചെടികളായി, പല ലെയറായിട്ടുള്ള ചെടിച്ചട്ടികൾ ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഇനി അതെല്ലാം ഒന്ന് എടുത്ത് മേളിലൊക്കെ കൊണ്ട് അവിടെ ഒന്ന് ഒതുക്കി വെക്കണം.
ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്